വിശുദ്ധിയിലേക്ക് വളരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയരെ, വിശുദ്ധരെ നമ്മളെപ്പോഴും കാണുന്നത് വഴിവിളക്കുകളായിട്ട്, ദൂരം കാണിക്കുന്ന മയിൽക്കുറ്റികളായിട്ടുമെല്ലാമാണ്. ഈ വഴിവിളക്കിൻ്റെ പ്രത്യേകത എന്താണ്? വഴിവിളക്ക് നമുക്ക് സുഗമമായ യാത്രയ്ക്ക് അത് പ്രകാശം തരുന്നു. അപ്പോൾ വിശുദ്ധരും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പങ്കുവഹിക്കുന്നത്. അവർ വിശുദ്ധിയിലേക്ക് വളർന്നു വന്ന വഴികളും വിശുദ്ധിയിലേക്ക് നടന്നെടുത്തതും അത് നിസ്സാരമാണ്, അത് വളരെ സാധിക്കുന്ന കാര്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് വിശുദ്ധർ വഴിവിളക്കായി നിന്ന്. ഈ കാലഘട്ടങ്ങളിലൊക്കെ പലരും പറയുന്നത് കേൾക്കാറില്ലേ നമ്മൾ, വിശുദ്ധിയിൽ ജീവിക്കാൻ അത് വളരെ പ്രയാസകരമാണെന്നൊക്കെ. അപ്പോൾ വിശുദ്ധർ വഴിവിളക്കായിട്ട് നിന്ന് ഇത് ഞങ്ങൾ സാധിച്ചവരാണ്, ഇത് നിങ്ങൾക്കും സാധിക്കും, ആ വഴി എളുപ്പമാക്കുകയാണ് വഴിവിളക്കുകൾ. ഇന്ന് നമ്മൾ വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ നല്ലൊരു പ്രോഗ്രാമിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിൽ ഒരു പുതിയ വിശുദ്ധനെ നമ്മൾ പരിചയപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, ഓരോ വിശുദ്ധർക്കും ഓരോ രക്ഷാധർമ്മങ്ങളുണ്ട്. അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു രക്ഷാദൗത്യങ്ങളുണ്ട്, മാധ്യസ്ഥ ദൗത്യങ്ങൾ. അങ്ങനെ ഈ വിശുദ്ധൻ്റെ കാറ്റഗറിയിൽപ്പെട്ട ഒരു ദൗത്യങ്ങളാണ് സ്നേഹം, വിശ്വാസം, സൗഹൃദം, അതുപോലെ എഴുത്തുകാരുടെ മധ്യസ്ഥൻ. അങ്ങനെ വ്യത്യസ്തമായ കുറേ മധ്യസ്ഥത ഈ വിശുദ്ധനുണ്ടെങ്കിൽ, ഞാൻ ഈ വിശുദ്ധനെ കുറിച്ച് പഠിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധ ഏറെ ആകർഷിച്ച മറ്റൊരു മധ്യസ്ഥത നമ്മളിന്ന് പരിചയപ്പെടുന്ന വിശുദ്ധനിലുണ്ട്. ആ മധ്യസ്ഥം എന്താണെന്നറിയാമോ? പൊള്ളലേറ്റവരുടെ പ്രത്യേക മധ്യസ്ഥനായി പോലും ഈ വിശുദ്ധനെ വണങ്ങുന്നുണ്ട്. ഈ വിശുദ്ധൻ നമുക്കേറെ പ്രിയപ്പെട്ട, കർത്താവ് ഏറ്റവും സ്നേഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയാണ്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിശ്വാസ മുന്നേറ്റങ്ങൾ ബൈബിളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ വിശുദ്ധനെക്കുറിച്ച് ഒരുപാട് അറിവുകളൊന്നും നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്നുള്ള പുസ്തകങ്ങളിൽ നിന്നോ ദൈവശാസ്ത്ര പഠനമായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും, ബൈബിളിൽ തന്നിരിക്കുന്ന ആ വിശ്വാസ ചില മുന്നേറ്റങ്ങൾ തന്നെ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശുദ്ധൻ്റെ സ്നേഹവും ആ വിശുദ്ധൻ്റെ വിശ്വാസ തീഷ്ണതയും യേശുവിനോടുള്ള അടുപ്പവും അത് വളരെ വലുതാണ്. അത് മതി നമുക്ക് വിശുദ്ധിയിലേക്ക് ജീവിക്കാനായിട്ട്. യോഹന്നാൻ ശ്ലീഹാൻ ആ കാലഘട്ടങ്ങളിൽ സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ ചാരിറ്റിയുടെ അപ്പസ്തോലൻ എന്ന് വിളിച്ചിരുന്നു. വിശുദ്ധ ജോൺ ഓഫ് പാത്മോസ് എന്ന് വിളിച്ചിരുന്നു. അതുപോലെ ശ്ലീഹയെ ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് സുവിശേഷ നാമം അല്ലെങ്കിൽ ഒരുപാട് വിളിപ്പേരുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വിശുദ്ധനാണ് യോഹന്നാൻ ശ്ലീഹ. AD 6 ഈ വിശുദ്ധൻ്റെ ജനനം എന്ന് പാരമ്പര്യം പറയുകയാണ്. സെബദിയുടെയും സലോമിയുടെയും ഇളയ മകനായിട്ട് ബെത്സയിദയിലാണ് ഈ വിശുദ്ധൻ ജനിക്കുന്നത്. ബാല്യകാലത്തെക്കുറിച്ചുള്ള വലിയ അറിവുകളൊന്നും നമുക്കില്ല. എങ്കിലും പരസ്യജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ സെബദി പിതാവിനോടൊപ്പം യോഹന്നാൻ ശ്ലീഹയും യാക്കോബും ചേർന്ന് അവിടെ വലയൊരുക്കുന്ന സമയത്താണ് യേശു ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതിനു മുമ്പ് സ്നാപയോഹന്നാൻ്റെ ഒരു ശിഷ്യത്വത്തിൽ അല്ലെങ്കിൽ സ്നാപയോഹന്നാൻ്റെ പ്രഭാഷണത്തിൽ മാനസാന്തരം വന്നു നിൽക്കുന്ന യോഹന്നാൻ ശ്ലീഹയാണ് പാരമ്പര്യം പറയുന്നത്. അതിനാലാണ് യേശുവിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ യോഹന്നാൻ ശ്ലീഹ സ്നാപകനോടൊപ്പമുണ്ട്. അങ്ങനെ പിന്നീട് ശിഷ്യത്വത്തിൻ്റെ നാളുകളിലേക്ക് യേശു തെരഞ്ഞെടുത്ത ആദ്യകാലങ്ങളിലെ ശ്ലീഹന്മാരായിട്ട് യാക്കോബ് ശ്ലീഹയും യോഹന്നാൻ ശ്ലീഹയും മാറുന്നതാണ് നമുക്ക് കാണുന്നത്. ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നാണ് യേശു ഇവരെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസധീരരായിട്ടുള്ള ചുവടുകളാണ് സുവിശേഷം ഉടനീളം, ലേഖനങ്ങൾ ഉടനീളം നാം കാണുന്നത്. യോഹന്നാൻ ശ്ലീഹ നമുക്ക് 3 ലേഖനങ്ങളും, യോഹന്നാൻ്റെ സുവിശേഷം എന്ന പുസ്തകവും അതുപോലെ വെളിപാട് പുസ്തകവും നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിലൂടെയെല്ലാം യോഹന്നാൻ ശ്ലീഹ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാക്ഷ്യത്തെക്കുറിച്ചും യോഹന്നാൻ ശ്ലീഹ തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുണ്ടല്ലോ, അതെന്താണ്? ഈ പുസ്തകത്തിൽ ഞങ്ങൾ തൊട്ടറിഞ്ഞതും അനുഭവിച്ചതുമായുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ നടന്ന് ആ സ്നേഹം അനുഭവിച്ചതും കണ്ടറിഞ്ഞതും തൊട്ടനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ധാരാളം എഴുതിയിരിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിലും ഈ 3 ലേഖനങ്ങളും വെളിപാട് പുസ്തകത്തിലടക്കം 80ഓളം പ്രാവശ്യം ആവർത്തിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്.
അതുപോലെ ഈ സ്നേഹം എങ്ങനെ നമ്മൾ അനുഭവിക്കണം, പങ്കുവയ്ക്കണം, അത് 12 മാനദണ്ഡത്തിൽ നമ്മൾ യേശുവിനെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം, പിതാവിനെ സ്നേഹിക്കണം, സ്നേഹിച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ പറ്റും. ഇങ്ങനെ സ്നേഹോത്തരമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ പുസ്തകത്തിലൂടെ തൻ്റെ മക്കൾക്ക് എഴുതി അറിയിക്കാൻ യോഹന്നാൻ ശ്ലീഹ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് വേണം ഈ പുസ്തകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16 മറ്റ് സുവിശേഷകർ ആരും എഴുതാത്ത വലിയ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത എഴുതി വെച്ചിരിക്കുകയാണ്. യോഹന്നാൻ 3:16 അവിടെ ഇങ്ങനെയാണ്: ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സ്നേഹത്തിൻ്റെ കത്ത്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അവൻ തൻ്റെ ഏകജാതനെ നമുക്ക് തന്നു എന്നതിനെക്കുറിച്ച്. ഇത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ എഴുത്തല്ലേ ഇത് മറ്റാരും എഴുതില്ല എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹയുടെ ആ പുസ്തകങ്ങൾ മുഴുവനും, അതിൻ്റെ ഉള്ളടക്കം മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹയുടെ ക്യാരക്ടർ നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിൽ അനുബന്ധമായിട്ടുള്ള ക്യാരക്ടറാണ് മുഴുവനും, അല്ലേ? എവിടെയും നോക്കിയേ യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തോട് ചേർന്ന് ആ സ്നേഹം മുഴുവനും നുകർന്നതിൻ്റെ തെളിവാണത് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. വാർദ്ധക്യ കാലഘട്ടത്തിൽ യോഹന്നാൻ ശ്ലീഹയുടെ പാരമ്പര്യത്തിൽ പറയുന്നത്, വാർദ്ധക്യ കാലങ്ങളിൽ പോലും യോഹന്നാൻ ശ്ലീഹനെ ആളുകൾ വന്ന് കാണാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും വാക്ക് പറയണം, ഞങ്ങൾ ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ എപ്പോഴും യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരുന്നത്, മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കണം, പരസ്പരം സ്നേഹിക്കണം. ഇതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹത്തിൻ്റെ വിശുദ്ധൻ എന്നായിരുന്നു, സ്നേഹത്തിൻ്റെ പ്രവാചകൻ എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. അങ്ങനെ യോഹന്നാൻ ശ്ലീഹ സ്നേഹം രുചിച്ചറിഞ്ഞതുകൊണ്ട് ക്രിസ്തുവിനോട് അത്രമാത്രം സ്നേഹം കാണിക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും കാണാൻ പറ്റും. സമറിയക്കാരുടെ ദേശത്തേക്ക്, ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുവിനെ അവർ സ്വീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഒരു യോഹന്നാനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ പറഞ്ഞ്, ഞാൻ അഗ്നി ഇറക്കി ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഗുരുവിനോട് അപേക്ഷിക്കുന്ന ഒരു യോഹന്നാനെ നമുക്ക് കാണാൻ പറ്റും. വേറൊരിടത്ത് യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ മറ്റൊരുവൻ ബഹിഷ്കരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്നേഹം ജ്വലിച്ചിട്ട് യോഹന്നാൻ ശ്ലീഹ വന്ന് ഗുരുവിനോട് പറയുന്നുണ്ട്, ഇത് നിൻ്റെ നാമത്തിൽ നിന്നോട് കൂടെ നിൽക്കാത്തൊരുവൻ നിൻ്റെ നാമത്തിൽ അവിടെ ബഹിഷ്കരണം നടത്തുകയാണ്, അവനെ ശാസിക്കട്ടെ. ഞാൻ അവനോട് പറഞ്ഞു ചെയ്യരുതെന്ന് പറഞ്ഞ് അവനെ ശാസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു തിരുത്തുന്നുണ്ട്, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണെന്ന്. അങ്ങനെ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന മഗ്ദലേന വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച്, ഉയർപ്പിന് ഞായർ വന്നിട്ട് മഗ്ദലേന വന്ന് പറയുന്നു, യേശു ഉയർപ്പിക്കപ്പെട്ടു, അവൻ കല്ലറയിലില്ല. ഈ സന്ദേശം പത്രോസ് യോഹന്നാനാ കേൾക്കുന്നത്. എന്നാൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് യോഹന്നാൻ ശ്ലീഹയാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ ഒരു ജ്വലനം അവിടെ നമ്മൾ കാണുകയാണ് പലയിടത്തും. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന അന്ത്യത്താഴ വേളയിൽ യേശുവിൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്ന് ഒരു ഭാഗം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്ന് അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക, തൻ്റെ ഗുരുവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹം അത് തിരിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം കാണുന്നുണ്ട്. ഓർത്തു നോക്കിയേ, യോഹന്നാൻ ശ്ലീഹ തൻ്റെ ജീവിതത്തിലുടനീളം സ്നേഹനിർഭരമായിട്ടാണ് ജീവിതം കാഴ്ചവെച്ചത്. കുരിശുമരണത്തിൻ്റെ സമയത്ത് ഈശോ തൻ്റെ അമ്മയെ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലീഹ യോഹന്നാൻ ശ്ലീഹയാണ്. തൻ്റെ ആടുകളെ മേയ്ക്ക് എന്ന് പറഞ്ഞ് പത്രോസ്ലീഹയ്ക്ക് അധികാരം കൊടുത്ത കർത്താവാണ്. അപ്പോൾ പത്രോസ്ലീഹയ്ക്കാണ് എല്ലാം നേതൃത്വം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ അമ്മയെ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കാനായിട്ട് യോഹന്നാൻ ശ്ലീഹനെ തിരഞ്ഞെടുത്ത്. യോഹന്നാൻ ശ്ലീഹനെ കുറിച്ച് ചരിത്രം പറയുന്നു, അദ്ദേഹം നിത്യ ബ്രഹ്മചാരിയായിരുന്നു. അങ്ങനെ അമ്മയെ സ്വന്തം ഹൃദയത്തിൽ, അവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 27 നമ്മൾ ഇങ്ങനെ വായിക്കും, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യേശു ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അവൻ അവളെ സ്വന്തം ഭവനത്തിൽ, തൻ്റെ അനുഭവത്തെക്കുറിച്ച് തന്നെ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത്, അദ്ദേഹത്തിന് വളരെ എളിമയുള്ളൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ പറ്റും. കാരണം തൻ്റെ പേര് പറയാനുള്ള ഇടങ്ങളിൽ മുഴുവനും യോഹന്നാൻ എന്ന് പറയാൻ അദ്ദേഹം ആഗ്രഹം കാണിച്ചില്ല. യോഹന്നാൻ ശ്ലീഹ എന്ന് എഴുതുന്നതോടൊത്ത് പകരം ആ ശിഷ്യൻ, സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ, മറ്റേ ശിഷ്യൻ എന്നൊക്കെ എഴുതിയിരുന്നത്. വളരെ എളിമയുള്ളൊരു ക്യാരക്ടർ കൂടിയായിരുന്നു യോഹന്നാൻ ശ്ലീഹ എന്ന് നമ്മൾ സുവിശേഷം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ അപ്പോൾ യേശു ഏൽപ്പിക്കപ്പെട്ട സമയത്ത് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ വ്യക്തിപരമായ അനുഭവം എഴുതി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
അവിടെ നിൽക്കുന്നത് കാൽവരിയിലാണെന്ന് നിങ്ങൾ ഓർക്കണം. അവർ നിൽക്കുന്നത് വീട്ടിലല്ല. പക്ഷെ കാൽവരിയിൽ നിന്ന് പറയുന്ന അനുഭവമാണെങ്കിലും യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചത് അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ, ജീവിതത്തിൽ സ്വീകരിച്ചു. അങ്ങനെ പിന്നെ അമ്മയോട് കൂടെ ജെറുസലേമിൽ തൻ്റെ ശുശ്രൂഷകൾ നേതൃത്വം കൊടുത്ത് യോഹന്നാൻ ശ്ലീഹയുടെ ജീവിതം ഇങ്ങനെ ക്രമപ്പെട്ടു വരികയാണ്. ആദ്യകാലങ്ങളിൽ ജെറുസലേം സഭയുടെ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും ചുക്കാൻ പിടിച്ചത് യോഹന്നാൻ ശ്ലീഹയാണ്. ചരിത്രം നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷമാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ശുശ്രൂഷ രംഗം ഒന്ന് മാറ്റിപ്പിടിക്കുന്നത്, എഫേസസിലേക്ക് ശുശ്രൂഷയെ കൊണ്ടുപോകുന്നത്. എഫേസോസ് സഭയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അവിടെയും ആദ്യകാലങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്കേറെ നേതൃത്വം കൊടുത്തു. ആ കാലഘട്ടങ്ങളിൽ, രണ്ടാം മതപീഡന കാലഘട്ടത്തിൽ റോമൻ ഭരണകൂടം യോഹന്നാൻ ശ്ലീഹയെ പിടിച്ചു കെട്ടുകയാണ്, അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാമല്ലോ, വളരെയധികം ക്രിസ്തുവിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്ത കാലഘട്ടമായിരുന്നു. അനേകം പേര് രക്തസാക്ഷിയായിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹയെ അന്ന് റോമൻ ഭരണകൂടം, ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം, അവിടെ കൊണ്ടുപോയിട്ട് ഒരു മരത്തിന്മേൽ കെട്ടിയിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പൊള്ളലേൽപ്പിച്ച് യോഹന്നാൻ ശ്ലീഹയോട് ആവശ്യപ്പെടുകയാണ് യേശുവിനെ തിരസ്കരിക്കാൻ, എന്നിട്ട് റോമയുടെ നേതാവിനെ, രാജാവിനെ വണങ്ങാനായിട്ട്. രണ്ടാം മതപീഡന കാലഘട്ടത്തിൽ റോമൻ ഭരണാധികാരി ഡൊമേഷ്യൻ ചക്രവർത്തി അനേകം ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹയെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് റോമൻ ഭരണകൂടത്തിൽ കൊണ്ടുപോയി ആദ്യം ചരിത്രത്തിലെ ഒരു വിഭാഗം ജനം പറയുന്നത് യോഹന്നാൻ ശ്ലീഹയെ മരത്തിൽ കെട്ടിയിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പൊള്ളിപ്പിച്ച് ക്രിസ്തുവിനെ തിരസ്കരിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. യേശു തന്നെ തൻ്റെ സുവിശേഷത്തിൽ, പരസ്യജീവിതത്തിൽ ബോവനർഗസ് എന്ന് പറഞ്ഞ് യോഹന്നാൻ ശ്ലീഹയെ പരസ്യപ്പെടുത്തുന്നുണ്ട്. ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ യാക്കോബും യോഹന്നാനും രണ്ടുപേരും വളരെ വീരോചിതന്മാരായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം യാക്കോബ് ശ്ലീഹയാണ് ഏറ്റവും ആദ്യം രക്തസാക്ഷിയായത്. ഏറ്റവും ആദ്യം രക്തസാക്ഷിയാകണമെന്നുണ്ടെങ്കിൽ അത്രയും തീക്ഷ്ണത കാണിച്ചിട്ടുണ്ടായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇവർ വീരന്മാരായിരുന്നു. അതുകൊണ്ടാണ് ബോവനർഗസ് എന്ന് പറഞ്ഞ് ഈശോ തന്നെ അവരെ സാക്ഷ്യപ്പെടുത്തിയത്. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ യേശുവിനെ ഉദ്ഘോഷിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കഠിനമായി അവർ കടുത്ത ശിക്ഷ യോഹന്നാൻ ശ്ലീഹയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യോഹന്നാൻ ശ്ലീഹയെ വലിയ ചെരുവത്തിലേക്ക് തളപ്പിച്ച് നിർത്തി എണ്ണയിലേക്ക് എറിഞ്ഞിടുക എന്നുള്ളതായിരുന്നു ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പന. അതുപോലെ തന്നെ അവൻ്റെ കിങ്കരന്മാരത് ചെയ്യുകയാണ്. യോഹന്നാൻ ശ്ലീഹയെ തിളച്ച് നിർത്തി എണ്ണയിലേക്ക് എറിഞ്ഞിട്ടു. എന്നാൽ ആ എണ്ണയിൽ വീണിട്ടും പൊള്ളലേൽക്കാതെ യോഹന്നാൻ ശ്ലീഹ രക്ഷപ്പെട്ടു വന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമായി. ആ കൊളോസിയത്തിലുണ്ടായിരുന്ന പലരും, പിന്നീട് ഒരു പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്, ഇത് കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന പലരും തന്നെ അവിടെ നിന്ന് ക്രിസ്തുമതം സ്വീകരിക്കാനിടയായി. കാരണം തിളച്ച് ഇത്രയും നിർത്തി എണ്ണയിലേക്ക് ഇട്ടിട്ടും അവൻ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ പൊള്ളലേൽക്കാതെ പുറത്തു വന്നപ്പോൾ ഈ ദൈവമായിരിക്കും സത്യദൈവം എന്ന് വിശ്വസിച്ച് ആ കൊളോസിയത്തിലുണ്ടായിരുന്ന പലരും ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട യോഹന്നാൻ ശ്ലീഹയെ വീണ്ടും അവർ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് തീരുമാനിച്ചു. ആ പരിശ്രമവും പരാജയപ്പെട്ടു. അങ്ങനെ പലാവർത്തി ഇതിനൊരു ശിക്ഷയും മരണവും ദണ്ഡനവും കൊടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെയൊന്നും വിശ്വാസത്തിൽ പതറാത്ത ഒരു വീരത്വം കാണിച്ച ശ്ലീഹയാണ് യോഹന്നാൻ ശ്ലീഹ. അതിനാൽ തന്നെ ഡൊമേഷ്യൻ ചക്രവർത്തി അഗ്നിയിൽ കൈവച്ച് പ്രതിജ്ഞയെടുത്ത് ഇങ്ങനെ പാത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ ശ്ലീഹയെ നാട് കടത്തുകയാണ്. ടർക്കി ഏഷ്യ മൈനറിനോട് ചേർന്നിട്ടുള്ള ഒരു കൊച്ചു ദ്വീപാണ് പാത്മോസ് ദ്വീപ്. അത് കുറ്റവാളികൾ, മതനിന്ദകർ, രാജ്യദ്രോഹികൾ അവരെ കൊണ്ട് ഇടാനായിട്ട് വെച്ചിരുന്നൊരു ദ്വീപാണ് പാത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഡൊമേഷ്യൻ ചക്രവർത്തി യോഹന്നാൻ ശ്ലീഹയെ പാത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുപോയി. അവിടെ തുർക്കിയിലാണ്, ഇന്നത്തെ തുർക്കിയിൽ എന്ന് പറയുന്നത് ഏഷ്യ മൈനർ, തുർക്കിക്ക് അടുത്തുള്ള ഒരു ചെറിയ ദ്വീപാണ് ഈ പാത്മോസ് എന്ന് പറഞ്ഞ ദ്വീപ്. AD 95 കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ പാത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ ശ്ലീഹയെ നാട് കടത്തപ്പെടുന്നത്. പാത്മോസ് ദ്വീപിലിരിക്കുമ്പോഴാണ് വെളിപാട് പുസ്തകം ഉദയം ചെയ്യുന്നത്.
ഈ വെളിപാടിൻ്റെ ഉള്ളടക്കം മുഴുവനും സ്വർഗത്തെക്കുറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാം വരവിനെക്കുറിച്ച്, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മഹത്വ രാജാവെന്ന ആ ഒരു രൂപത്തെ പോലും നമുക്ക് കാണിച്ചു തരുന്ന ഈ വെളിപാട് പുസ്തകം, സ്വർഗീയ ആരാധനകൾ നമുക്ക് കാണിച്ചു തരുന്നത്, ഇതൊക്കെ ഉണ്ടായത് ഈ ശിക്ഷയുടെ ഫലമായിട്ട് പാത്മോസ് ദ്വീപിൽ യോഹന്നാൻ ശ്ലീഹ കിടക്കുമ്പോഴാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താൻ യേശുക്രിസ്തു തൻ്റെ ദൂതനയച്ച് ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി. യോഹന്നാൻ എവിടെയായിരുന്നപ്പോൾ? പാത്മോസ് ദ്വീപിലായിരുന്നു. വെളിപാടിൻ്റെ 1:9 പറയും: നിങ്ങളുടെ സഹോദരനും പീഡകൾ രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനായ യോഹന്നാനായ ഞാൻ യേശുക്രിസ്തുവിനെ പ്രതി അവനെ നൽകിയിട്ടുള്ള സാക്ഷ്യത്തെ പ്രതി ഞാൻ പാത്മോസ് ദ്വീപിലാണെന്ന് വെളിപാടിൻ്റെ 1:9 പറയുന്നുണ്ട്. സാക്ഷ്യ ജീവിതം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു യോഹന്നാൻ ശ്ലീഹയ്ക്ക്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുന്നിടത്തും ഈ സാക്ഷ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ പുസ്തകങ്ങളിൽ ഉടനീളം നമ്മൾ വീക്ഷിക്കുമ്പോൾ 70ഓളം പ്രാവശ്യം സാക്ഷ്യത്തെ പ്രതി എഴുതിയിട്ടുണ്ട്, 80ഓളം പ്രാവശ്യം സ്നേഹത്തെ പ്രതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാക്ഷ്യത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. പാത്മോസ് ദ്വീപിലായിരിക്കുന്ന സമയത്ത് യോഹന്നാൻ ശ്ലീഹയുടെ ഒരു ദർശനം വെളിപാട് പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് നാം കാണുന്നുണ്ട്. അതിതാണ് വെളിപാട് പുസ്തകം 19:6 വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെ ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മാലാഖമാരുടെ ആനന്ദം, അവരുടെ ആരാധനയെക്കുറിച്ചുള്ള ഒരു ദർശനം യോഹന്നാൻ ശ്ലീഹയ്ക്ക് കിട്ടിയപ്പോൾ അത് മക്കൾക്ക് എഴുതാനായിട്ട് യോഹന്നാൻ ശ്ലീഹ ആദ്യം തിരഞ്ഞെടുത്ത വാക്ക് വലിയ ജനക്കൂട്ടത്തിൻ്റെ എന്നുള്ളതാണ്. വലിയ ജനക്കൂട്ടത്തിൻ്റെ എന്ന് എഴുതിയത് പോരാ എന്ന് വിശുദ്ധന് തോന്നിയത് കൊണ്ടാണ് തൊട്ടടുത്ത വാക്ക് എഴുതിയത്, അതിൻ്റെ പെരുവെള്ളത്തിൻ്റെ എന്ന് എഴുതിയത്. ആ പെരുവെള്ളത്തിൻ്റേതും കാരണം ലൈവായിട്ട് ഈ ആരാധന ലൈവായിട്ട് വിഷ്വലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ദൂതൻ വഴി ദർശനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത് ആ സ്വർഗത്തിലെ ആരാധനയെ മനുഷ്യമക്കളിലേക്കൊന്ന് ഉപമിക്കാനായിട്ട് മൂന്നാമത്തെ ഒരു അവസ്ഥയെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത് ഇടിമുഴക്കം പോലെയെന്ന്. മൂന്നാമത്തെ അവസ്ഥ എഴുതി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ശ്ലീഹയ്ക്ക് തൃപ്തിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വേറൊരു ഉപമ അതിൻ്റെ അപ്പുറത്ത് എഴുതിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ആരാധന, ഹല്ലേലൂയ എന്നുള്ള ആരാധന, നമ്മൾ ഇന്ന് കാണുന്ന ഈ കരിസ്മാറ്റിക് രംഗങ്ങളിലും ധ്യാന കേന്ദ്രങ്ങൾ മുഴുവനും ഈ ഒരു ആരാധന വെളിപ്പെട്ട് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ സ്തുതിക്കാൻ തന്നെയുണ്ടായ കാരണം ഈ പാത്മോസ് ദ്വീപിലുള്ള ഈ ശിക്ഷാ സമയത്ത് ദൈവം കൊടുത്ത ഈ വെളിപാടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ യോഹന്നാൻ ശ്ലീഹയെ അനുവാദനം ചെയ്യാം. യോഹന്നാൻ ശ്ലീഹയുടെ ആ രീതികളെ, യേശുവിനെ സ്നേഹിച്ച രീതികളെ നമുക്കും പിൻചെല്ലാനായിട്ട് കഴിയണം. ഇന്ന് ഈ ദിനത്തിൽ യോഹന്നാൻ ശ്ലീഹയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ എപ്പോഴും യോഹന്നാന് യേശുവിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരു അറ്റാച്ച്മെൻ്റ്, എന്തൊക്കെ വന്നാലും മാറാത്തത്, എന്തൊക്കെ വന്നാലും വിട്ടുപോകാത്തത്, അതാണ് നമ്മളിലും പ്രകടമാകേണ്ടത്. അപ്പോൾ യോഹന്നാൻ ശ്ലീഹയുടെ ഈ ഒരു തീഷ്ണത മനോഭാവം നമ്മുടെ ഉള്ളിലും ജ്വലിക്കട്ടെ. ഒരു വീരത്വം നമ്മുടെ ഉള്ളിലും, യേശുവിനെ സ്നേഹിക്കാൻ വേണ്ട ഒരു തീഷ്ണത നമുക്കും ഉണ്ടാകട്ടെ. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച് സ്നേഹിച്ച് ജീവിതം തീർത്ത ഒരു ശ്ലീഹയാണ് യോഹന്നാൻ ശ്ലീഹ. ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനാണെങ്കിൽ ഏറ്റവും അവസാനം മരണപ്പെട്ടത് യോഹന്നാൻ ശ്ലീഹയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധനോട് മാധ്യസ്ഥം ചെലുത്തുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊള്ളലേറ്റവരുടെ പ്രത്യേക മധ്യസ്ഥനായി, സ്നേഹം, സൗഹൃദം, വിശ്വാസം, വളർച്ച, ഇതിൻ്റെ ഒക്കെ മധ്യസ്ഥനായിട്ട് ഈ വിശുദ്ധൻ വിളങ്ങുകയാണ്. കരം കൂപ്പി നമുക്കൊന്ന് ഈ എപ്പിസോഡിൻ്റെ സമാപനത്തിൽ വിശുദ്ധനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. യേശുവിനെ വിട്ടുമാറാതെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും യേശുവിനെ കൂടുതൽ സ്നേഹിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ.